നമസ്കാരം. സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കഷണ്ടിക്ക് മരുന്നുണ്ടോ? ആയുർവേദത്തിൽ കഷണ്ടിക്ക് മരുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വൈദ്യശാല നമുക്കുണ്ട്. ആയുസ്സിനും ആരോഗ്യത്തിനും ഏറെ സംരക്ഷണം തരുന്ന ഒന്നാണ് ആയുർവേദം. ആ ഒരു സ്ഥാപനത്തെയാണ് എൻറ്റയർ മീഡിയയുടെ ചോയ്സ് ഓഫ് കേരള എന്ന് പരിചയപ്പെടുത്തുന്നത്. AKV വൈദ്യശാല. ഇത് സ്ഥിതി ചെയ്യുന്നത് ആറുപ്പക്കര കോലേട്ടമ്പലത്തിന് സമീപമാണ്. ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. ഇവിടുത്തെ സേവനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റുകൾ എന്നൊക്കെ അറിയണ്ടേ? വരൂ. AKV വൈദ്യശാലയുടെ MD-യും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അന്നമ്മ മാണി മാഡമാണ് എന്നോടൊപ്പം ഉള്ളത്. മാഡം നമസ്കാരമുണ്ട്. നമസ്കാരം. നമുക്ക് AKV-യിൽ എന്തൊക്കെ ആയുർവേദ ചികിത്സകളാണ് ആളുകൾക്ക് നൽകുന്നത്? എല്ലാ ആയുർവേദ ചികിത്സകളും പഞ്ചകർമ്മ ചികിത്സകളും വിദഗ്ധരായ ആയുർവേദ തെറാപ്പിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നു. ആയുർവേദം ശീലമാക്കുന്നതിലൂടെ രോഗപ്രതിരോധം വർദ്ധിക്കുകയും അതിലൂടെ ആരോഗ്യവും ഓജസ്സും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സ്ഥാപനത്തിൽ പ്രസവരക്ഷയുടെ പരമ്പരാഗത ചികിത്സകൾ കുറഞ്ഞ ചിലവിൽ ചെയ്തു നൽകുന്നു. ആയുർവേദ മസാജുകൾ, ശിരോധാര ഉൾപ്പെടെ എല്ലാ ആയുർവേദ ചികിത്സകളും കുറഞ്ഞ ചിലവിൽ ഇവിടെ നിന്ന് ലഭിക്കും. മറ്റ് എന്തൊക്കെ ചികിത്സകളാണ് പ്രധാനമായിട്ടും നമുക്ക് ഉള്ളത്? മുടി, കഷണ്ടിക്ക് സാധാരണ കഷണ്ടിക്ക് മരുന്നില്ല എന്നല്ലേ പറയുന്നത്? പക്ഷെ മരുന്നുണ്ട്. അത് ശരി. അത് 1-2 പ്രാവശ്യം അതിൻ്റെ വിദഗ്ധരായ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഇവിടെ വരുന്നുണ്ട്. ആ ഡോക്ടർ ചികിത്സ അത് മുടി വരികയില്ലെങ്കിൽ പറയും, അതിൻ്റെ ചികിത്സ പ്രാരംഭ ചികിത്സ കഴിയുമ്പോൾ പറയും. ഒരുപാട് ആളുകൾ വരാറുണ്ടോ? വരുന്നുണ്ട്. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്? ഇത് ആർപ്പുക്കര പനമ്പാലം കോലേട്ടമ്പലം ജംഗ്ഷൻ. ശരി. ഇപ്പം എത്ര വർഷമായി ഇത് ആരംഭിച്ചിട്ട്? ഇത് 4 വർഷം ആകാൻ പോകണം. തിരുമ്മ ചികിത്സകളൊക്കെ നമുക്ക് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. പലരും പല ഹോസ്പിറ്റലുകളിലും കിടന്നിട്ട് കുറവാകാതെ വീട്ടിൽ കിടന്നവർ അറിഞ്ഞു കേട്ട് വന്ന് അത് കുറവായി പോയവരുണ്ട്. ശരി. ഈ രാഷ്ട്രീയവും ആയുർവേദവും രണ്ടും 2 ധ്രുവങ്ങൾ നിൽക്കുന്നതല്ലേ? ശരിക്കും എന്താണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിക്കാനുള്ള ഒരു പ്രചോദനം? അത് ആയുർവേദം. എൻ്റെ അമ്മ ചെറുപ്പം തൊട്ട് ഞങ്ങളെ ആയുർവേദം കഴിപ്പിച്ചാണ് വളർത്തിയത്. പഴയ കാലത്ത് നമുക്ക് ആയുർവേദമാണല്ലോ കൂടുതലായിട്ടുള്ളത്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അമ്മ പാലുകൂടി മാറുന്ന ആ പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിൽ ഒരു പിടി അരി വെള്ളത്തിലിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് രാവിലെ അത് അരച്ച് 3 കുരുമുളകും 7 കുടയൻ്റെ ഇലയും കൂടെ അരച്ച് കോഴിക്കോട്ട ഉണ്ടാക്കി. അത് ചിലപ്പോൾ വൈകുന്നേരം കൊണ്ടായിരിക്കും ഇത് തീരുന്നത്. അങ്ങനെ ഞങ്ങളെയൊക്കെ തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മക്കളെല്ലാവരും ഒരു തരത്തിൽ ഒത്തിരി വിദ്യാഭ്യാസം കൊണ്ടല്ലെങ്കിലും ആരോഗ്യം കുഴപ്പമില്ല, ബുദ്ധി വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നു. ശരി. അതുപോലെ നമുക്ക് ഇവിടെ കിടത്തി ചികിത്സാ സൗകര്യങ്ങളൊക്കെ സൗകര്യമില്ല. അപ്പോൾ എന്തായാലും അതിന് സൗകര്യം മുറി ഇത് പോരാ. കെട്ടിടം വെച്ചുകൊണ്ട് വലുതായിരിക്കണം. അവിടെ പിന്നെ ശുചിത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒത്തിരി കവലയിലത് പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ മുറി എടുക്കണം. നമ്മളിപ്പം ഇത്രയും വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരാളാണ്. ഒരു ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആയുർവേദത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ എല്ലാവരും തിരക്ക് പിടിച്ചിങ്ങനെ ഓടുകയല്ലോ, മാഡത്തിന് അറിയാമല്ലോ. അതുകൊണ്ടല്ല ആയുർവേദത്തിൽ ഇപ്പം പണ്ടൊക്കെ നമ്മുടെയൊക്കെ നിങ്ങൾക്കും ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ അമ്മമാരൊക്കെ അഷ്ടചൂർണ്ണപ്പൊടി. പിന്നെ അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നത്. ഇപ്പോഴത്തെ അമ്മമാർക്കൊന്നും അതറിയത്തില്ല. അതെ, അത് ഏറ്റവും നല്ലതാണ്. ഒരു ഇടയ്ക്കൊക്കെ അഷ്ടചൂർണ്ണപ്പൊടി, അതുപോലെ ഇച്ചിരി പ്രായമുള്ളവരാണെങ്കിൽ ദശമൂല ജീരകാരിഷ്ടം, അവിപത്തി ചൂർണം, ഇതൊക്കെ കഴിക്കുന്നത് പ്രത്യേകിച്ചൊരു വേദനകളോ വിഷമങ്ങളോ ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇച്ചിരി തൈലങ്ങളോ കുഴപ്പമൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കുക. മറ്റു രോഗങ്ങളൊന്നും അതുപോലെ കുളിച്ച് കഴിയുമ്പോൾ ഇച്ചിരി രാസ്നാദിപ്പൊടി. ഇപ്പോൾ കോവിഡ് കാലത്ത് എല്ലാവരും അകത്തിരിക്കുമായിരുന്നു.
അല്ലായിരുന്നോ നിങ്ങളൊക്കെ അതെ 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 അകത്തിരുന്നായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അകത്തിരുന്നിട്ടില്ല ഒരു ദിവസം പോലും. രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഇത് ഔഷധി തുറക്കാമായിരുന്നു. ഓ അത് ശരി. ആ ആ. അപ്പം ഞാൻ നടന്ന് ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് നടന്ന് രാവിലെ ഇവിടെ വന്ന്. അപ്പോൾ അപ്പുറയായിരുന്നു കട, മരുന്ന് വിൽക്കുന്ന കട. അന്ന് ഇതില്ല. അവിടെ വന്ന് രാവിലെ തുറന്ന് വൈകുന്നേരം ഞാൻ പോകുള്ളായിരുന്നു. എല്ലാവരും ചോദിക്കും പേടിയില്ലേന്ന്. എനിക്ക് പേടിയില്ലായിരുന്നു. കാരണം ഞാൻ ചെല്ലുമ്പോൾ ഇച്ചിരി അരിയാപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുകയോ ഇച്ചിരി രാസ്മാതി പൊടി തലേ തിരുമ്പുകയും ചെയ്യും. അതാണ് എനിക്ക് വന്നിട്ടില്ല. പക്ഷെ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ ശരിക്കും ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകളുണ്ടെന്ന് പറഞ്ഞു. മരുന്നുകളുണ്ട്. സത്യമാണല്ലേ? ആ, അതുപോലെ മുമ്പ് ചിക്കൻ ഗുനിയ വന്നിട്ട് മേലാതെ ഇരുന്നവർ ആയുർവേദം ചെയ്തവരൊക്കെ ശരിക്കും നടക്കുന്നുണ്ട്. അല്ലാത്തവരൊക്കെ ഇപ്പോഴും ചണ്ടിയൊക്കെ നടക്കുന്നുണ്ട്. ശരി. AKB വൈദ്യശാലയുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച അന്നമ്മമാണി മാഡം ഇവിടെ എപ്പോഴും സേവനം ഇങ്ങനെ ലഭ്യമാണ്. രാഷ്ട്രീയ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇങ്ങനെ മുന്നേറുന്നു, വൈദ്യരംഗത്തും കുലപതിയായിട്ട് ഇങ്ങനെ മുന്നേറുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന പ്രതീക്ഷയോടെ എൻ്റെയർ മീഡിയ ടീമിനൊപ്പം ക്യാമറാമാൻ റിജോയ് പറവൂരിനൊപ്പം സൈനിങ് ഓഫ് ചങ്ങനാശ്ശേരി.